ഓൾ. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ഈ രണ്ടാമത്തെ പാഠത്തിൻ്റെ അകത്ത് ആദ്യത്തെ സെക്ഷൻ നമ്മൾ ഫസ്റ്റ് വേൾഡ് വാർ വരെ കണ്ടു. രണ്ടാമത്തെ സെക്ഷൻ നമ്മൾ സെക്കൻഡ് വേൾഡ് വാർ വരെ കണ്ടു. അപ്പോൾ ഈ രണ്ട് സെക്ഷനിലും വളരെ ദീർഘമായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നതാണ്. പക്ഷെ എനിക്ക് പലപ്പോഴും വിഷമം തോന്നിയിട്ടുണ്ട്. എന്നാൽ നമ്മൾ എടുത്തിട്ടുള്ള ഈ എഫേർട്ടിനനുസരിച്ച് നിങ്ങൾ ഈ വീഡിയോ കാണുന്നില്ല എന്നെനിക്കറിയാം. കാരണം നിങ്ങളുടെ കണ്ടതിൻ്റെ വ്യൂ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകും അത്രയ്ക്കും നിങ്ങൾ ആരും ഈ വീഡിയോ ശ്രദ്ധിക്കുന്നില്ല എന്ന്. അപ്പം നമ്മൾ ഈ എടുക്കുന്ന രീതിയിൽ നിങ്ങൾ പഠിക്കുന്നില്ല എങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരിക? അതൊരു വിഷമം തോന്നാറുണ്ട്. അതുകൊണ്ട് എടുക്കുന്ന ക്ലാസ്സുകൾ നന്നായിട്ട് ശ്രദ്ധിക്കുക, നന്നായിട്ട് പഠിക്കുക, നിങ്ങൾ അതിനോടൊരു നീതി പുലർത്തുക എന്നാണ് ആദ്യമേ തന്നെ എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കുവാനുള്ള കാര്യമെന്ന് പറയും. ഇപ്പം ആദ്യത്തെ സെക്ഷൻ നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാകും. ഇപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്? കഴിഞ്ഞ ക്ലാസ്സിൽ ഏറ്റവും ആദ്യം തന്നെ എക്കണോമിക് ഡിപ്രഷൻ എന്താണെന്ന് പഠിച്ചു, സാമ്പത്തിക മാന്ദ്യം എന്താണെന്നും അമേരിക്കൻ രാജ്യങ്ങളിൽ തുടങ്ങി അത് മറ്റെല്ലാ ലോകരാജ്യങ്ങളിലേക്കും ബാധിച്ചു, അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്നുള്ളവർ നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ഫാസിസം, നാസിസം, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചു. പിന്നീട് നമ്മൾ പഠിച്ചതാണ് സെക്കൻഡ് വേൾഡ് വാർ. സെക്കൻഡ് വേൾഡ് വാറിൻ്റെ കോസസ്, അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചു. പിന്നെ അതിൻ്റെ ഇഫക്റ്റാണ് പഠിച്ചത്, അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്നുള്ളവരും അതിൻ്റെ അനന്തരം ഫലം എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇനി അതിനുശേഷം ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ കടന്നു വരുമ്പോഴത്തേക്ക് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നുള്ളൂ. കാരണം വലിയ വലിയ വീഡിയോ ഇട്ടിട്ടായിരിക്കാം നിങ്ങൾ പഠിക്കാത്തത്. അതുകൊണ്ട് ചെറുത് മാത്രമാണ് നമ്മൾ ഇപ്രാവശ്യം നമ്മൾ പഠിക്കുക. ഈ പ്രാവശ്യത്തെ നമ്മുടെ പോർഷൻ്റെ അകത്ത് അതിൻ്റെ ബാലൻസ് ആയിട്ട് നമ്മൾ തുടങ്ങുന്നതാണ്. ഇതിന് ശേഷം യുണൈറ്റഡ് ഓർഗനൈസേഷനാണ്, യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ, UN ആണ് വരുന്നത്, ഐക്യരാഷ്ട്ര സംഘടന വരുന്നു. അതിനുശേഷം നമ്മൾ കാണുന്നതാണ് കോളനികൾ ഓരോന്നോരോന്നായിട്ട് സ്വതന്ത്രമായി തീരുന്നതാണ്. കോളനീസ് ബിക്കം ഫ്രീ എന്ന് പറഞ്ഞ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതിനുശേഷം നമ്മൾ കാണുന്നതാണ് കോൾഡ് വാർ, ശീത സമരം എന്ന പേര് തന്നിരിക്കുന്നത്, ചേരിചേരാ പ്രസ്ഥാനം എന്താണെന്നുള്ളവർ. പിന്നെ നമ്മൾ അതിനുശേഷം നമ്മൾ കാണുന്നതാണ് പശ്ചിമേഷ്യ എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്, വെസ്റ്റ് ഏഷ്യ എന്ന് പറഞ്ഞ് നിങ്ങൾക്കൊരു പോർഷൻ തന്നിട്ടുണ്ട്. ഇവിടെ വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കുവാനായിട്ട് പോകുന്നത്. അപ്പം വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഈ കാലത്ത് നമ്മൾ പഠിക്കുന്നുള്ളൂ. ദീർഘമായിട്ടുള്ള ഒരു വീഡിയോയിലേക്ക് പോകുന്നില്ല, കാരണം നിങ്ങൾ കാണുന്നില്ല എന്നൊരു തോന്നൽ വന്നതുകൊണ്ട് ചെറിയ വീഡിയോകളായിട്ടാണ് നമ്മൾ പോകുക. അപ്പം ഇന്നത്തെ നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്ന വളരെ കുറച്ച് കാര്യങ്ങളുള്ളൂ. എന്തൊക്കെയാണ് നമ്മൾ പഠിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. അപ്പം ആദ്യത്തേതാണ് ഐക്യരാഷ്ട്ര സംഘടന, യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ. അതിനുശേഷം നമ്മൾ ആ പാഠത്തിൻ്റെ അടുത്ത പോർഷൻ നമ്മൾ കാണുന്നതാണ് അപകോളനീകരണം, അല്ലെങ്കിൽ കോളനികൾ സ്വതന്ത്രമായി തീരുന്നത്. രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം വരുന്ന മാറ്റങ്ങളിൽ നമ്മൾ കാണുന്നതാണ്. പിന്നെ അതിനുശേഷം ലോകരാജ്യം വന്നിട്ട് വലിയൊരു ഇതാണ് ശീതസമരമാണ്. രണ്ട് ചേരികളായിട്ട് അമേരിക്കൻ ചേരിയിലും സോവിയറ്റ് യൂണിയൻ ചേരിയിലും ചേർന്നുകൊണ്ട് രാജ്യങ്ങൾ വീണ്ടും നടത്തുന്ന ഒരു സമരമാണ്. അതിനുശേഷം നമ്മൾ കാണുന്ന ക്ഷീരസമരത്തിൻ്റെ ബാക്കിയായിട്ട് നമ്മൾ കാണുന്നതാണ് ആ സമയത്തുണ്ടായിട്ടുള്ള പ്രത്യേകത അനുസരിച്ച് വരുന്നതാണ് ചേരിചേരാ പ്രസ്ഥാനം. കോളനികൾ സ്വതന്ത്രമായപ്പോൾ ആ കോളനികൾ രണ്ട് ചേരിയിലും പെടാതെ, അമേരിക്കയുടെയോ അല്ലെങ്കിൽ സോവിയറ്റിൻ്റെ ചേരിയിൽ പെടാതെ സ്വതന്ത്രമായി നിന്നിട്ടുള്ള പ്രസ്ഥാനം, ചേരിചേരാ പ്രസ്ഥാനം. നമ്മൾ കാണുന്നതാണ് വെസ്റ്റ് ഏഷ്യ, പശ്ചിമേഷ്യയിലെ പ്രശ്നം. അത് പ്രധാനമായിട്ടും അതിനകത്ത് കാണുന്നതാണ് ഇസ്രായേൽ പാലസ്തീൻ പ്രശ്നമാണ് നമ്മൾ ഇതിനകത്ത് പ്രധാനമായിട്ട് പഠിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഇതിനകത്ത് പഠിക്കുവാനായിട്ട് പോകുന്നത്. അപ്പം നമുക്കൊന്ന് കണ്ടു നോക്കാം ഏറ്റവും ആദ്യത്തെ പോർഷൻ എന്താണെന്നുള്ളവരും. അത് നമുക്ക് തന്നിരിക്കുന്നതാണ് ഐക്യരാഷ്ട്ര സംഘടനയെക്കുറിച്ചുള്ള വിവരങ്ങളിലേക്ക് നമുക്ക് പോകാം. ഈ കാണുന്ന കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. അതാണ് എനിക്ക് ആദ്യമേ നിങ്ങളോട് പറയുവാനായിട്ടുള്ളത്. യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ, UNO, ഐക്യരാഷ്ട്ര സംഘടനയുടെ രണ്ട് ചിത്രങ്ങളാണ്. ഒന്നാമത് നമുക്ക് ഫ്ലാഗാണ്, രണ്ടാമത്തത് അവരുടെ എംബ്ലമാണ്. ഇതാണ് നിങ്ങൾക്ക് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ, എന്നാണത് രൂപീകൃതമായിട്ടുള്ളത്, ഏത് പശ്ചാത്തലത്തിലാണ് രൂപീകൃതമാകുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇപ്പം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ യുണൈറ്റഡ് നേഷൻ ഡേ ആയിട്ട് ആചരിക്കുന്നതാണ് ഒക്ടോബർ 24. അതാണ് ഐക്യരാഷ്ട്ര സംഘടനാ ദിനം എന്ന പേരിൽ ഒക്ടോബർ 24 എല്ലാ ലോകരാജ്യങ്ങളിലും ആചരിക്കുന്നത്. ഇനി ഐക്യരാഷ്ട്ര സംഘടന രൂപീകൃതമായത് 1945 ഒക്ടോബർ 24 രൂപീകൃതമാകുന്നത് രണ്ടാം ലോകയുദ്ധത്തിന് ശേഷമാണ്.
ഇപ്പം രണ്ടാം ലോകയുദ്ധ കാലഘട്ടത്തിൽ ലോകരാജ്യങ്ങളിൽ സമാധാനം സ്ഥാപിക്കുക, ഇനിയൊരു യുദ്ധം ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ചിന്താഗതി എല്ലാ ലോകരാജ്യങ്ങളുടെ ഇടയിൽ ഉയർന്നു വന്നു. അങ്ങനെ ഉയർന്നു വന്ന ഈ പശ്ചാത്തലത്തിൽ അമേരിക്കയുടെയും സോവിയറ്റ് യൂണിയൻ്റെയും നേതൃത്വത്തിൽ വളരെ ശക്തമായ രീതിയിൽ ലോകസമാധാനം സ്ഥാപിക്കുന്നതിന് വേണ്ടി രൂപീകരിച്ചിട്ടുള്ളതാണ് ഐക്യരാഷ്ട്ര സംഘടന എന്ന് പറയുന്നത്, യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഒന്നാം ലോകയുദ്ധത്തിന് ശേഷം രൂപീകൃതമായിട്ടുള്ളതാണ് ലീഗ് ഓഫ് നേഷൻ എന്ന് പറയുന്നത്, സർവ്വരാഷ്ട്ര സഖ്യം. പക്ഷേ രണ്ടാം ലോകയുദ്ധത്തെ തടഞ്ഞു നിർത്തുവാനായിട്ട് സാധിച്ചില്ല, അത് പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ പശ്ചാത്തലത്തിലാണ് ലോകസമാധാനം സ്ഥാപിക്കുന്നതിനുള്ള ലക്ഷ്യത്തോടു കൂടി 1945 ഒക്ടോബർ 24 രണ്ടാം ലോകയുദ്ധത്തിന് ശേഷം ഐക്യരാഷ്ട്ര സംഘടന രൂപീകൃതമായിട്ടുള്ളത്. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ന്യൂയോർക്കാണ്. അമേരിക്കയിലെ ന്യൂയോർക്കാണ് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ഭാവി തലമുറയെ യുദ്ധം ഭീതിയിൽ നിന്നും രക്ഷിക്കുക. രണ്ടാമത്തത് അന്താരാഷ്ട്ര ഉടമ്പടികളും നിയമങ്ങളും സംരക്ഷിക്കുക. 3 ലോകരാഷ്ട്രങ്ങളുടെ പുരോഗതിക്കായുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക. അപ്പം ഇനിയൊരു യുദ്ധം ഉണ്ടാകുവാനായിട്ട് പാടില്ല, യുദ്ധം ഭീതിയിൽ കഴിയുന്ന ജനങ്ങളെ അതിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടിയിട്ടും അന്താരാഷ്ട്ര തലത്തിൽ ഉണ്ടാക്കുന്ന ഉടമ്പടികളും നിയമങ്ങളെയും ഒക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, അതോടൊപ്പം തന്നെ ലോകരാജ്യങ്ങളുടെ സാമ്പത്തിക സാമൂഹികമായിട്ടുള്ള പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുക എന്നുള്ളതാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് UN. ഫസ്റ്റ് വൺ, to serve the succeeding generation from the surge of war. Second, to protect international treaties and laws. Third one, to foster social and economic development of countries. അതിനുശേഷം നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് കോളനീസ് ബിക്കം ഫ്രീ. കോളനികൾ സ്വതന്ത്രമാകുന്ന, ഈ കോളനികൾ സ്വതന്ത്രമാകുന്ന പ്രക്രിയയാണ് അപകോളനീകരണം അഥവാ ഡീകോളനൈസേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാം ലോകയുദ്ധാനന്തരം സാമ്രാജ്യത്വ ശക്തികളുടെ മേധാവിത്വം പലപ്പോഴും ചോദ്യം ചെയ്യപ്പെട്ടു തുടങ്ങി. കാരണം മിക്ക രാജ്യങ്ങൾക്കും കോളനികൾ ഉണ്ടായിരുന്നു. യൂറോപ്യൻ രാജ്യങ്ങൾക്കാണ് മിക്കയിടത്തും കോളനികൾ ഉണ്ടായിരുന്നത്. ഈ കോളനികൾ ഉയർന്നു വന്നിട്ടുള്ള ദേശീയ സമരങ്ങളെ വേണ്ട രീതിയിൽ അവർക്ക് നിയന്ത്രിക്കുവാനായിട്ട് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് കഴിഞ്ഞില്ല. കാരണം രാജ്യത്തിനകത്ത് തന്നെ ഉണ്ടായിട്ടുള്ള സാമ്പത്തിക പ്രശ്നങ്ങളും സാമൂഹിക പ്രശ്നങ്ങളും ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും ഒക്കെ അവരുടെ രാജ്യത്തിൻ്റെ അകത്ത് ഈ പ്രശ്നങ്ങളെ നിയന്ത്രിക്കുവാനായിട്ട് അതിന് പരിഹാരം കണ്ടെത്തുന്ന സമയത്ത് അവരുടെ കോളനി രാജ്യങ്ങളിൽ ഉയർന്നു വന്നിട്ടുള്ള പ്രശ്നങ്ങളെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുവാനോ അതിന് നിയന്ത്രിക്കുവാനോ ഈ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് സാധിക്കാതെ വന്നു. ഒപ്പം തന്നെ രണ്ടാം ലോകയുദ്ധത്തിലെ ഏറ്റവും വലിയ ശക്തികളായിട്ട് ഉയർന്നു വന്നിട്ടുള്ള അമേരിക്കയും സോവിയറ്റ് യൂണിയനും കോളനികളുടെ സ്വാതന്ത്ര്യ സമരത്തെ വേണ്ട രീതിയിൽ പിന്തുണയ്ക്കുകയാണ്. അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്ത് അവരുടെ സ്വാതന്ത്ര്യ സമരത്തെ പിന്തുണയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സമയത്താണ് സാമ്രാജ്യ ശക്തികളുടെ ഭരണത്തിൽ നിന്നും കോളനികൾ സ്വാതന്ത്ര്യം നേടി. ഈ ഒരു പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് അപകോളനീകരണം. എന്താണ് കൊളനൈസേഷൻ എന്ന് പറയുന്നത്? Post Second World War, dominions of imperial powers was questioned. European countries would not suppress the intensified nationalist movement in colonies. The USA and the USSR, which emerged as a superpower after the Second World War, supported freedom movement in the various colonies. Gradually, colonies started to secure freedom from the imperialist control. This process is called colonization. ഇനി കോളനികൾ സ്വാതന്ത്ര്യം നേടുന്നതിന് ഓരോ രാജ്യത്തും തീർച്ചയായിട്ടും നമുക്കറിയാം ഓരോ കോളനികളിലും സ്വാതന്ത്ര്യ സമരത്തിന് പിന്തുണയ്ക്കുന്നവരായിട്ടുള്ള നേതാക്കന്മാർ ഇഷ്ടം പോലെയുണ്ട്. ഇങ്ങനെയുള്ള സ്വാതന്ത്ര്യ സമരത്തെ പിന്തുണച്ചുകൊണ്ട് അതിന് നേതൃത്വം നൽകിയിട്ടുള്ള ദേശീയ സമരത്തിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരാരൊക്കെയാണ് നമുക്കൊന്ന് പരിചയപ്പെട്ടു നോക്കാം. അപ്പം നമ്മൾ ഇന്ത്യയിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഗാന്ധിജി. അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്കയിൽ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് നെൽസൺ മണ്ടേല. ഇനി ഘാനയിൽ വരുന്നതാണ് ക്വാമി എൻക്രൂമ.
കെനിയയിൽ വരുന്നതാണ് ജോമോ കെനിയാത്ത എന്നിവരാണ് സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള ദേശീയ തലത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തികളെന്ന് പറയുന്നത്. ഇവരുടെ സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് രാജ്യം മുൻപോട്ട് പോയതിൻ്റെ ഫലമായിട്ടാണ് രാജ്യത്തിൻ്റെ അകത്ത് സ്വാതന്ത്ര്യം നേടുവാനായിട്ട് ഇവർക്ക് സാധിച്ചിട്ടുള്ളത്. ഇനി അതോടൊപ്പം തന്നെ മറ്റു ലോകരാജ്യം, ഇപ്പം നമുക്ക് 3-4 എടുത്ത് പറയുന്നുള്ളൂ എങ്കിലും ഇതേപോലെ മറ്റുള്ള രാജ്യങ്ങളിലും സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി നേതൃത്വം നൽകിയിട്ടുള്ള ധാരാളം വ്യക്തികളുണ്ട്. അടുത്ത് നമ്മൾ കാണുന്നതാണ് കോളനികളൊക്കെ സ്വാതന്ത്ര്യം നേടി. ഇനി ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഇതുവരെ നമ്മൾ കാണുന്നുണ്ട് 2ാം ലോകയുദ്ധ സമയത്ത് റഷ്യയും അമേരിക്കയും ഒരേപോലെ നിന്ന് പ്രവർത്തിക്കുകയാണ്. കാരണം ഫാസിസ്റ്റ് ശക്തികളെ പരാജയപ്പെടുത്തുന്നതിൽ സോഷ്യലിസ്റ്റുകളും മുതലാളിത്ത വ്യവസ്ഥിതിയുള്ള രാജ്യങ്ങളുമൊക്കെ ഒരേപോലെ കൈകോർത്ത് നിൽക്കുകയാണ്. എന്നാൽ 2ാം ലോകയുദ്ധം കഴിഞ്ഞതോടുകൂടി 2 ചേരികളിലേക്ക് ഈ ലോകരാജ്യങ്ങൾ മാറുകയാണ്. മുതലാളിത്ത ചേരിയിലേക്കും അതുപോലെ തന്നെ സോഷ്യലിസ്റ്റ് ചേരിയിലേക്കും. അമേരിക്കയാണ് മുതലാളിത്ത ചേരിക്ക് നേതൃത്വം നൽകുന്നതെങ്കിൽ സോഷ്യലിസ്റ്റ് ചേരിക്ക് നേതൃത്വം നൽകുന്നത് സോവിയറ്റ് യൂണിയനാണ്. ഇപ്പോൾ 2 സാമ്പത്തിക ശക്തികളായിട്ട് ഇങ്ങനെ ലോകരാജ്യങ്ങളിലേക്ക് മാറുകയാണ്. ഈ ഒരു അവസ്ഥയാണ് ശീതസമരം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പം അതുവരെ ഒരേപോലെ നിന്നിരുന്ന വ്യക്തികൾ ഇതിന് ശേഷം എന്ത് ചെയ്ത് പുതിയൊരു സാമ്പത്തിക സ്ഥിതിക്ക് നേതൃത്വം നൽകേണ്ടതായിട്ട് വരുന്ന സ്ഥിതിയിൽ 2 പേരും 2 ചേരിയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അപ്പം എന്താണ് ഈ ശീതസമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അപ്പം നോക്കിക്കഴിഞ്ഞാൽ ശീതസമരം എന്ന് പറയുന്നത് പരസ്പരം ശത്രുത പുലർത്തിയ 2 ചേരികൾ തമ്മിലുണ്ടായ ആശയപരമായ സംഘർഷങ്ങളും നയതന്ത്ര യുദ്ധവുമാണ് ശീതസമരം എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം 2 ചേരിയിൽ സോഷ്യലിസ്റ്റ് ചേരിയും മുതലാളിത്ത ചേരിയും, ഈ 2 ചേരിയിൽപ്പെട്ടവരും ആയുധങ്ങൾ വെച്ചുകൊണ്ടല്ലാതെ നയതന്ത്രപരമായിട്ട് അവരുടെ ആശയപരമായിട്ട് നടത്തിയിട്ടുള്ള സംഘർഷമാണ് ശീതസമരം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആശയപരമായ ഭിന്നതയും രാഷ്ട്രീയ അവിശ്വാസവുമാണ് ശീതസമരത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. കോൾഡ് വാർ എന്ന് പറയുന്നത് എനിമിറ്റി ബേസ്ഡ് ഓൺ ദ ഐഡിയോളജിക്കൽ കോൺഫ്ലിക്റ്റ് ആൻഡ് ഡിപ്ലോമാറ്റിക് കോൺഫ്രൻഷൻ ബിറ്റ്വീൻ 2 powers blocks was called Cold War. The ideological conflict and political mistrust. ഈ 2 ചേരികളായിട്ട് ലോകരാജ്യങ്ങൾ മാറിയതോടുകൂടി അമേരിക്കൻ ചേരിയും സോഷ്യലിസ്റ്റ് ചേരിയും ആയിട്ട് 2 ചേരികളിലായിട്ട് ലോകരാജ്യങ്ങൾ മാറി. ഇവരുടെ നേതൃത്വത്തിൽ പല സൈനിക സഖ്യങ്ങളും രൂപീകരിക്കുന്നുണ്ട്. അമേരിക്കയുടെ നേതൃത്വത്തിലും അതുപോലെ തന്നെ സോവിയറ്റ് യൂണിയൻ്റെ നേതൃത്വത്തിലും. അമേരിക്കയുടെ നേതൃത്വത്തിൽ വരുന്നതാണ് നാറ്റോ, സീറ്റോ, സെൻറ്റോ, ഇങ്ങനെ 3 സൈനിക സഖ്യങ്ങളാകുമ്പോൾ സോവിയറ്റ് യൂണിയൻ്റെ നേതൃത്വത്തിൽ വരുന്നതാണ് വാർസ ഉടമ്പടിയാണ്. ഇങ്ങനെ അടുത്തൊരു ലോകയുദ്ധത്തിലേക്ക് നയിക്കത്തക്ക രീതിയിൽ സൈനിക സഖ്യങ്ങൾ രൂപീകരിക്കുകയും ആശയപരമായിട്ടുള്ള സംഘർഷങ്ങളൊക്കെ നടന്നിരുന്ന ഈ കാലഘട്ടത്തിലാണ് പ്രധാനമായിട്ടും ഇന്ത്യ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളൊക്കെ സ്വതന്ത്രമായിട്ട് വരുന്നത്. പുതിയതായിട്ട് 3ാം ലോകരാഷ്ട്രങ്ങളായിട്ട് ഉയർന്നു വന്നിട്ടുള്ള സ്വാതന്ത്ര്യം നേടിയിട്ടുള്ള രാജ്യങ്ങൾ. ഇനി ഇവർ തീരുമാനിക്കുകയാണ് ഈ 2 ചേരിയിലും പെടാതെ, കാരണം അമേരിക്കൻ ചേരിയിലോ സോഷ്യലിസ്റ്റ് ചേരിയിലോ പെടാതെ സ്വതന്ത്രമായിട്ട് നിൽക്കുവാനായിട്ടുള്ള ഒരു ആശയം അവർ മുൻപോട്ട് വയ്ക്കുകയാണ്. അതാണ് ചേരിചേരാ പ്രസ്ഥാനം അഥവാ നോൺ അലൈൻഡ് മൂവ്മെൻറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇങ്ങനെയുള്ള ചേരിചേരാ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള 4 വ്യക്തികളാണ്. ആ രാജ്യങ്ങളുമാണ് നിങ്ങൾക്ക് ഇവിടെ ചിത്രത്തിൽ തന്നിരിക്കുന്നത്. ഇന്ത്യയിലെ ജവഹർലാൽ നെഹ്റു ആണ്. ഈജിപ്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണുന്നതാണ് ഗാമൽ അബ്ദുൾ നാസർ ആണ്. ഇനി യുഗോസ്ലവിയയിൽ വരുന്നതാണ് മാർഷൽ ടിറ്റോ. ഇന്തോനേഷ്യയിലെ വ്യക്തിയാണ് അഹമ്മദ് സുകാർണോയാണ് ഇതിന് നേതൃത്വം നൽകിയിട്ടുള്ള വ്യക്തി. ഇനി എന്താണ് നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ് അഥവാ ചേരിചേരാ പ്രസ്ഥാനം എന്ന പേരിൽ അറിയപ്പെടുന്നത്? 2ാം ലോകയുദ്ധാനന്തരം ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ലാറ്റിൻ അമേരിക്കയിലെയും രാജ്യങ്ങൾ സ്വതന്ത്രമായി. ശീതസമരം ലോകസമാധാനത്തിന് ഭീഷണിയാണെന്ന് ഈ രാജ്യങ്ങൾ തിരിച്ചറിയുകയാണ്. അതിൻ്റെ ഫലമായിട്ട് മുതലാളിത്ത ചേരിയിലോ സോഷ്യലിസ്റ്റ് ചേരിയിലോ ഭാഗമാകാതെ സ്വന്തമായിട്ട് നിലനിൽക്കുന്ന സ്വന്തമായിട്ടൊരു നിലപാടെടുത്തുകൊണ്ട് ലോക സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ വേണ്ടി നിലകൊണ്ടിട്ടുള്ള രാജ്യങ്ങളുടെ ഐക്യമാണ് ചേരിചേരാ പ്രസ്ഥാനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇവിടെ നമ്മൾ കാണുന്ന ചേരിചേരാ പ്രസ്ഥാനത്തിൽ ഇവരോട് സഹകരിക്കാതെ നിൽക്കുകയല്ല, അതിന് പകരമായിട്ട് എല്ലാ ലോകരാജ്യങ്ങളും സ്വതന്ത്രമായിട്ട് അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട്
അതിൻ്റെ പ്രശ്നങ്ങളെ സജീവമായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു വീക്ഷണമാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ വന്നിട്ടുള്ള ഈ ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ ആശയം എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ചേരിചേരാ പ്രസ്ഥാനം ഇന്തോനേഷ്യയിലെ ബാങ്തുങ്ങിൽ ചേർന്ന സമ്മേളനത്തിൽ വെച്ചാണ് ചേരിചേരാ പ്രസ്ഥാനം എന്നുള്ള ആശയത്തിന് രൂപം നൽകിയത്. 1961 ബെൽഗ്രേഡിൽ വെച്ചിട്ടുള്ളതാണ് ഏറ്റവും ആദ്യത്തെ ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ സമ്മേളനം എന്ന് പറയുന്നത്. നോൺ അലൈഡ് മൂവ്മെൻറ്റ്. Following the Second World War, many Asian, African and Latin American countries became independent. They realized that the Cold War threatened world peace. The liberated nations decided not to join any of the blocs and formed non-allied movement. നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഇസ്രായേൽ പാലസ്തീൻ പ്രശ്നമാണ്. വെസ്റ്റ് ഏഷ്യ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എന്താണ് ഇസ്രായേൽ പാലസ്തീൻ പ്രശ്നം എന്ന് പറയുന്നത്? അപ്പം ഏറ്റവും ആദ്യം തന്നെ യാസർ അരാഫത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കൊട്ടേഷനാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അപ്പം അദ്ദേഹം പറയുകയാണ്, എൻ്റെ ഒരു കൈയിൽ ഒലിവിലയും മറുകൈയിൽ തോക്കുമായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. എന്നാൽ ഒലിവില താഴെ വയ്ക്കുവാനായിട്ട് നിങ്ങൾ എന്നോട് പറയരുത്, കാരണം അതൊരു സമാധാനത്തിൻ്റെ ചിഹ്നമായിട്ടാണ് അദ്ദേഹം കാണുന്നത്. അപ്പം ഇത് UN-ലെ 1974 അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പം ആരാണ് യാസർ അരാഫത്ത് എന്ന് പറയുക? പാലസ്തീൻ വിമോചന സംഘടനയുടെ നേതാവാണ് യാസർ അരാഫത്ത്. അപ്പം എന്താണ് ഇസ്രായേൽ പാലസ്തീൻ പ്രശ്നം? അപ്പം ചരിത്രങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു പ്രശ്നമാണ് പാലസ്തീൻ ഇസ്രായേൽ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ചരിത്രപരമായിട്ടുള്ള വസ്തുതകളിൽ വളരെ കുറച്ച് രണ്ടാം ലോകയുദ്ധത്തിന് ശേഷം തൊട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾക്കിവിടെ പറഞ്ഞു വന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം എന്താണ് ഇസ്രായേൽ പാലസ്തീൻ പ്രശ്നം എന്ന് പറയുന്നത്. ഇപ്പം ഇസ്രായേൽ എന്ന് പറയുന്ന പ്രദേശം, പാലസ്തീൻ എന്ന് പറയുന്ന പ്രദേശം മുസ്ലിങ്ങൾക്കും അറബികൾക്കും അതുപോലെ തന്നെ ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അവരുടെ ഏറ്റവും മതപരമായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ് പാലസ്തീനിലെ ജെറുസലേം എന്ന് പറയുന്നത്. 3 മതക്കാരുടെയും ഏറ്റവും മതപരമായ പ്രാധാന്യം അർഹിക്കുന്ന പ്രദേശമാണ് ജെറുസലേം പാലസ്തീൻ പ്രദേശം എന്ന് പറയുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആദിമ നൂറ്റാണ്ട് മുതൽ അത് ജൂതന്മാർക്ക്, യഹൂദർക്ക് ദൈവത്താൽ ലഭിക്കപ്പെട്ടിട്ടുള്ള പ്രദേശമായിട്ടാണ് പാലസ്തീൻ അറിയപ്പെടുന്നത്. അപ്പം അങ്ങനെ പാലസ്തീനിലെ യഹൂദരുടെ പ്രദേശമായിട്ട് താമസിക്കുന്നതിൻ്റെ ഇടയിലാണ് റോമാക്കാർ ഈ പാലസ്തീൻ പ്രദേശങ്ങളിൽ അവരുടെ സാമ്രാജ്യം വന്നതോടു കൂടിയിട്ട് റോമാക്കാരാൽ അവരവിടെ നിന്നും യഹൂദര് അവിടെ നിന്നും തുരുത്തപ്പെടുകയാണ്. അപ്പം അങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ജൂതന്മാര്, യഹൂദര് കടന്നുപോയി. എന്നാൽ ഇതിൽ വളരെ കുറച്ച് പേര് മാത്രം ഈ പാലസ്തീന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ താമസിക്കുകയാണ്. അപ്പം ഇങ്ങനെയൊരു സമയത്താണ് അറബികൾ ഈ പാലസ്തീൻ പ്രദേശങ്ങളിൽ കീഴടക്കുകയും അറബികൾ അവിടെ താമസമാക്കി തുടങ്ങി. ഇതോടുകൂടി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോയിട്ടുള്ള ജൂതന്മാർക്ക് സ്വന്തമായിട്ടുള്ള നാടെന്ന് പറയുന്നത് പാലസ്തീൻ മാത്രമായിരുന്നു. എന്നാൽ അവർക്ക് നാടില്ലാത്ത, സ്വന്തമായിട്ടൊരു മാതൃരാജ്യമില്ലാത്ത ഒരവസ്ഥയിലേക്ക് അവരവിടെ നിന്ന് തുരത്തപ്പെട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കഷ്ടത അനുഭവിക്കുകയാണ്. ഇങ്ങനെയിരുന്ന ഈ സാഹചര്യത്തിലാണ് സ്വിറ്റ്സർലൻഡിൽ വെച്ചുകൊണ്ട് ഈ മാതൃരാജ്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും തിരിച്ചു പിടിക്കുന്നതിനും വേണ്ടിയിട്ട് അവർ സിയോണിസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം രൂപീകരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്ന പാലസ്തീനിൽ സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന ഒരു രാജ്യമായിട്ട്, അറബ് രാജ്യമായിട്ട്, മുസ്ലിം രാജ്യമായിട്ട്, അറബികളുടെ ഒരു രാജ്യമായിട്ട് പാലസ്തീൻ വളർന്നു കഴിഞ്ഞിരുന്നു. ഈ കാലഘട്ടത്തിൽ ഏകദേശം 2000 വർഷത്തോളം ആയിട്ട് അവരാണ് അവിടെ താമസിക്കുന്നത്. സ്വന്തമായിട്ട് പതാകയും അതുപോലെ തന്നെ UN അംഗീകാരവുമുള്ള ഒരു രാജ്യമായിട്ട് അത് മാറുകയും ചെയ്തിരുന്നു. പാലസ്തീൻ മാറുകയും ചെയ്തിരുന്നു, അറബികളുടെ രാജ്യമായിട്ട് മാറുകയും ചെയ്തിരുന്നു. ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്ന വേറൊരു പ്രത്യേകതയാണ്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രാജ്യമില്ലാതെ അലഞ്ഞു നടന്നിരുന്ന യഹൂദര് പല ഭാഗങ്ങളിലും അവർക്ക് നരകതുല്യമായിട്ടുള്ള വേദനകൾ അനുഭവിക്കേണ്ടി വരികയാണ്. കാരണം തിരിച്ചു വരുവാനായിട്ട് അവർക്ക് സ്വന്തമായിട്ടൊരു നാടില്ലാത്തൊരവസ്ഥയാണ്. തങ്ങളുടെ നാടെന്ന് പറയുവാനായിട്ട് ഇല്ലാതെ ഒരു അവസ്ഥയിൽ പല രാജ്യങ്ങളിലും അവരുടെ പല രീതിയിലുള്ള വിഷമങ്ങളും സഹിച്ചുകൊണ്ട് അവരെന്ത് ചെയ്ത് ഈ പ്രദേശങ്ങളിലൊക്കെ താമസിക്കുകയാണ് ചെയ്തിരുന്നത്. അപ്പം അതിനെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സിയോണിസ്റ്റ് എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനമൊക്കെ രൂപീകരിച്ചുവെങ്കിലും ശരി, അവർക്ക് അതിലേക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കുന്നില്ല. ഇങ്ങനെ 1918 നടന്നിട്ടുള്ള 14 മുതൽ നടന്നിട്ടുള്ള 1-ാം ലോക യുദ്ധത്തിൽ ഈ ജൂതന്മാര് ബ്രിട്ടനെ വളരെയേറെ സഹായിക്കുന്നുണ്ട് യുദ്ധത്തിൽ. അപ്പം അതിനുള്ള പ്രതിഫലമായിട്ട് 1-ാം ലോക യുദ്ധത്തിന് ശേഷം
തുർക്കികളുടെ കോളനികൾ തുർക്കി പരാജയപ്പെട്ടതോടുകൂടി തുർക്കികളുടെ കോളനികൾ ബ്രിട്ടൻകാരുടെ കീഴിലാകുകയും അങ്ങനെ ഈ പാലസ്തീൻ പ്രദേശങ്ങൾ ഈ ബ്രിട്ടൻകാരുടെ അധീനതയിലായി മാറുകയും ചെയ്തു. അപ്പം ഇങ്ങനെ ഇരിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് ബ്രിട്ടൻകാരുടെ അധീനതയിലായതോടുകൂടി ഒന്നാം ലോകയുദ്ധത്തിൽ ബ്രിട്ടൻകാരെ സഹായിച്ചതിന് ഒരു പ്രതിഫലമായിട്ട് ഈ പ്രദേശങ്ങൾ അവർക്ക് കൊടുക്കണം എന്നുള്ള ഒരു ആശയം അവരുടെ മനസ്സിലേക്ക് കടന്നു വരികയും ചെയ്തു. അങ്ങനെ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരെ സഹായിച്ചതിനുള്ള സേവനത്തിന് പ്രതിപകാരമായിട്ട് പശ്ചിമേഷ്യയിൽ അവർക്ക് സ്വന്തമായിട്ട് ഒരു രാജ്യം അനുവദിച്ചു കൊടുക്കണമെന്ന് ബ്രിട്ടീഷ് വിദേശകാര്യമന്ത്രിയായിരുന്ന സെക്രട്ടറി ആയിരുന്ന ആദർ ബാൽഫർ ഇങ്ങനൊരു പ്രഖ്യാപനം നടത്തി. അതാണ് ബാൽഫർ പ്രഖ്യാപനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ കാലഘട്ടത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കടന്നിരുന്ന ജൂതന്മാർ എന്ത് ചെയ്തു? ഈ പാലസ്തീൻ പ്രദേശങ്ങളിലേക്ക് കുടിയേറുവാൻ തുടങ്ങി. പതുക്കെ കാരണം ബ്രിട്ടൻകാർ അതിന് മൗനമായിട്ടുള്ള സമ്മതം നൽകുകയും ചെയ്തു. അങ്ങനെ അവരെന്ത് ചെയ്ത് പല ഭാഗങ്ങളിൽ കടന്നിരുന്ന യഹൂദരെന്ത് ചെയ്തു? ഈ പാലസ്തീൻ പ്രദേശങ്ങളിലേക്ക് കൈയടങ്ങുകയും അല്ലെങ്കിൽ കയറി വരികയും ചെയ്തു. ഏകദേശം 1937 ആയപ്പോഴത്തേക്കും അറബികളെക്കാൾ കൂടുതലായിട്ട് യൂതന്മാരുടെ എണ്ണം ഇവിടെ കൂടി വരികയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ പുതിയ തലമുറക്കാര് അറബികളുടെ പുതിയ തലമുറക്കാർക്ക് ഇതിനെ അംഗീകരിക്കുവാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് രണ്ടാം ലോകയുദ്ധം ഉണ്ടാകുന്നത്. കാരണം ഇത് ആ സമയത്ത് ബ്രിട്ടൻകാരുടെ അധീനതയിലാണ് കിടക്കുന്ന പ്രദേശമായിട്ട് ഏത് മാറി? കാരണം അവരുടെ കോളനി ആയിട്ടാണ് ഈ പാലസ്തീൻ അറിയപ്പെടുന്നത്. ഈ രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം എല്ലാ കോളനികളും സ്വതന്ത്രമാകുന്നതായിട്ടുള്ള അവസ്ഥകൾ നമ്മൾ കാണുന്നതാണ്. അപ്പം ഇങ്ങനെയുള്ള എല്ലാ കോളനികളും സ്വതന്ത്രമായി തീരുമ്പോൾ 1948 പാലസ്തീൻ പ്രദേശത്ത് നിന്ന് ബ്രിട്ടീഷുകാർ പിന്മാറുകയാണ്, അവരുടെ സൈന്യം പിന്മാറുകയാണ്. പക്ഷേ ഈ പിന്മാറുന്ന സമയത്ത് ഈ പാലസ്തീൻ പ്രദേശം യഹൂദർക്കോ അല്ലെങ്കിൽ അറബികൾക്കോ എന്ന പേരിൽ വിട്ടുകൊടുക്കാതെ അവരുടെ സൈന്യത്തെ അവിടെ നിന്ന് പിന്മാറ്റുകയാണ്. 1948 ബ്രിട്ടീഷുകാരുടെ സൈന്യം അവിടെ നിന്ന് പിന്മാറിയ അന്ന് തന്നെ യഹൂദർ എന്ത് ചെയ്തു? ഈ പ്രദേശങ്ങളിൽ അവരുടെ ആധിപത്യം ഉറപ്പിക്കുകയും അത് ഇസ്രായേൽ എന്ന രീതിയിൽ ആ രാജ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു. അതുവരെ ഉണ്ടായിരുന്ന പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യം 1948 ബ്രിട്ടീഷുകാർ ഈ അധീനതയിൽ നിന്ന് മാറിയതോടുകൂടി അത് ഇസ്രായേൽ എന്ന പേരിൽ ഒരു പുതിയ രാജ്യമായിട്ട് അവർ പ്രഖ്യാപിച്ചു. ഇങ്ങനെ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു പുതിയ രാജ്യം പ്രഖ്യാപിച്ചതോടുകൂടി പാലസ്തീനിൽ ഉണ്ടായിരുന്ന അറബികൾക്ക് സ്വന്തമായിട്ട് നാട് ഇല്ലാതായി തീർന്നു. അതുവരെ അവിടെ താമസിച്ചിരുന്ന ജനങ്ങൾക്ക് അറബികൾക്ക് സ്വന്തമായിട്ട് നാടില്ല. അവർ തൊട്ടടുത്ത് കിടക്കുന്ന മറ്റ് അറബ് രാജ്യങ്ങളിൽ അഭയാർത്ഥികളായിട്ട് നരകതുല്യമായിട്ടുള്ള വേദനകൾ അനുഭവിക്കുവാൻ തുടങ്ങി. അപ്പോൾ ഇതോടുകൂടി തൊട്ടടുത്ത് കിടക്കുന്ന മറ്റ് അറബ് രാജ്യങ്ങൾ ഈ പാലസ്തീൻ പ്രദേശത്തെ അറബികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഇസ്രായേലുമായിട്ട് യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. നമ്മൾ യുദ്ധത്തിൽ കാണുന്നുണ്ട്, പല യുദ്ധങ്ങളും നടക്കുന്നെങ്കിലും വളരെ ചെറിയ രാജ്യമായിട്ടുള്ള ഇസ്രായേൽ അവിടെ വിജയിച്ച് നിൽക്കുകയാണ്. യുദ്ധത്തിൽ അറബ് രാജ്യങ്ങൾ പരാജയപ്പെടുകയാണ്, ഇസ്രായേൽ അവിടെ വിജയിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് അറബികൾക്ക് സ്വന്തമായിട്ട് നാടില്ലാതെ സിറിയ, യമൻ, അതുപോലെ തന്നെ സൗദി അറേബ്യ, ഇറാഖ് തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിൽ അഭയാർത്ഥികളായിട്ട് അഭയാർത്ഥി ക്യാമ്പുകളിൽ അവർ താമസിക്കേണ്ട ഒരവസ്ഥ വന്നു. ഈ അവസ്ഥയിലാണ് യാസർ അരാഫത്ത് പാലസ്തീൻ വിമോചന സംഘടന രൂപീകരിക്കുകയും ഈ പാലസ്തീൻ പ്രദേശങ്ങൾ തങ്ങളുടെ അല്ലെങ്കിൽ അറബികൾക്ക് വേണ്ടി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് പാലസ്തീൻ വിമോചന സംഘടന രൂപീകരിച്ച് അതിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുകയും ചെയ്യുന്നത്. അങ്ങനെ നിരവധി യുദ്ധങ്ങൾ ഈ രണ്ട് രാജ്യം ഇസ്രായേലും പാലസ്തീനും തമ്മിൽ നടന്നു. യുദ്ധത്തിലൊക്കെ മിക്ക യുദ്ധങ്ങളിലും ഇസ്രായേലാണ് വിജയിച്ചു നിൽക്കുന്നത്. 1993 അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഓസ്ലോ എന്ന് പറയുന്ന കരാർ അനുസരിച്ച് ഈ പാലസ്തീൻ പ്രദേശം രണ്ടായിട്ട് വിഭജിക്കുകയാണ് ചെയ്യുന്നത്. ഇസ്രായേൽ എന്ന് പറഞ്ഞുകൊണ്ട് ജൂതന്മാർക്ക് അവരുടേതായിട്ട് രാജ്യം നൽകി. എന്നാൽ വളരെ കുറച്ച് പ്രദേശങ്ങൾ പാലസ്തീൻ, ഗാസ, ജെറിക്കോ ഈ 3 പ്രദേശങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പാലസ്തീൻ എന്ന് പറഞ്ഞുകൊണ്ട് അറബികൾക്ക് ഒരു രാജ്യം നൽകുകയും ചെയ്തു. അങ്ങനെ രാഷ്ട്രീയപരമായ സമാധാനപരമായിട്ട് ഇത് നീങ്ങിയെങ്കിലും ശരി അതിലുള്ള പല സംഘടനകൾക്കും ഇതിനെ അംഗീകരിക്കുവാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ട് ഇന്നും പാലസ്തീൻ ഇസ്രായേൽ പ്രശ്നം ഒരു ഗുരുതരമായ പ്രശ്നമായിട്ട് തന്നെ ലോകരാജ്യങ്ങളിൽ തീരാത്ത ഒരു പ്രശ്നമായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത്.
അപ്പം നിങ്ങൾ ഇനി ബാക്കി നിങ്ങൾക്ക് പേപ്പറിലൊക്കെ കാണുമ്പോൾ വായിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ് എന്താണ് പാലസ്തീൻ ഇസ്രായേൽ പ്രശ്നം എന്നുള്ളത്. അപ്പോൾ ഇതുവരെയും പൂർണ്ണമായിട്ടും ഇതിനൊരു വിരാമമിടാതെ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ് പാലസ്തീൻ ഇസ്രായേൽ പ്രശ്നം. അപ്പം ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ മലയാളത്തിലുള്ള കൃത്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഇംഗ്ലീഷിലുള്ള ഒരു വീഡിയോ കണ്ടു നോക്കാം. എന്താണ് പാലസ്തീൻ ഇസ്രായേൽ പ്രശ്നത്തിൻ്റെ ഇതേ രീതിയിൽ തന്നെ വളരെ സിമ്പിളായിട്ട് ആ വീഡിയോയ്ക്കകത്ത് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക. എന്താണ് ഇസ്രായേൽ പാലസ്തീൻ പ്രശ്നമെന്ന് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാകുന്നതാണ്. One of the biggest myths about the Israel-Palestine conflict is that it's been going on for centuries, all about ancient religious hatreds. In fact, while religion is involved, conflict's mostly about two groups of people who claim the same land, and it really only goes back about a century to the early 1900s. Around then, the region along the eastern Mediterranean we now call Israel-Palestine, been under Ottoman rule for centuries, was religiously diverse, including mostly Muslims and Christians, also a small number of Jews who lived generally in peace. It was changing in two important ways. First, more people in the region were developing a sense of being not just ethnic Arabs, but Palestinians, a distinct national identity. At the same time, not so far away in Europe, more Jews were joining a movement called Zionism, which said that Judaism was not just a religion, but a nationality, one that deserved a nation of its own. And after centuries of persecution, many believed a Jewish state was their only way of safety and saw their historic homeland in the Middle East as their best hope for establishing it. In the first decades of the 20th century, tens of thousands of European Jews moved there. After World War I, the Ottoman Empire collapsed, and British and French empires carved up the Middle East, the British taking control of a region it called the British Mandate for Palestine. At first, the British allowed Jewish immigration, but as more Jews arrived, settling into farming communities, tension between Jews and Arabs grew. Both sides committed acts of violence, and by the 1930s, the British began limiting Jewish immigration. In response, Jewish militias formed to fight both the local Arabs and to resist British rule. Then came the Holocaust, leading many more Jews to flee Europe for British Palestine and galvanizing much of the world in support of a Jewish state. In 1947, as sectarian violence between Jews and Arabs there grew, the United Nations approved a plan to divide British Palestine into two separate states, one for Jews, Israel, and one for Arabs, Palestine. The city of Jerusalem, where Jews, Muslims, and Christians all have holy sites, was to become a special international zone. The plan was meant to give Jews a state, to establish Palestinian independence, and to end the sectarian violence that the British could no longer control. The Jews accepted the plan, and they declared independence as Israel. But Arabs throughout the region saw the UN plan as just more European colonialism trying to steal their land. Many of the Arab states, who had just recently won independence themselves, declared war on Israel in an effort to establish a unified Arab Palestine where all of British Palestine had been. The new state of Israel won the war, but in the process, they pushed well past their borders under the UN plan, taking the western half of Jerusalem and much of the land that was to have been part of Palestine. They also expelled huge numbers of Palestinians from their homes, creating a massive refugee population whose descendants today number about 7 million. At the end of the war, Israel controlled all of the territory except for Gaza, which Egypt controlled, and the West Bank, named because it's west of the Jordan River, which Jordan controlled. This was the beginning of the decades-long Arab-Israeli conflict. During this period, many Jews in Arab-majority countries fled or were expelled, arriving in Israel. Then something happened that transformed the conflict. In 1967, Israel and the neighboring Arab states fought another war. When it ended, Israel had seized the Golan Heights from Syria, the West Bank from Jordan, and both Gaza and the Sinai Peninsula from Egypt. Israel was now occupying the Palestinian territories, including all of Jerusalem and its holy sites. This left Israel responsible for governing the Palestinians, a people it had fought for decades. In 1978, Israel and Egypt signed the US-brokered Camp David Accords. Shortly after that, Israel gave Sinai back to Egypt as part of the peace treaty. At the time, this was hugely controversial in the Arab world. Egyptian President Anwar Sadat was assassinated in part because of outrage against it. But it marked the beginning of the end of the wider Arab-Israeli conflict. Over the next few decades, the other Arab states
gradually made peace with Israel, even if they never signed formal peace treaties. But Israel's military was still occupying the Palestinian territories of the West Bank and Gaza, and this is when the conflict became an Israeli-Palestinian struggle. The Palestinian Liberation Organization, which had formed in the 1960s to seek a Palestinian state, fought against Israel, including through acts of terrorism. Initially, the PLO claimed all of what had been British Palestine, meaning it wanted to end the state of Israel entirely. Fighting between Israel and the PLO went on for years, even including a 1982 Israeli invasion of Lebanon to kick the group out of Beirut. The stillness of the ceasefire in southern Lebanon was shattered today by the sound of guns, bombs, and planes. The PLO later said it would accept dividing the land between Israel and Palestine, but the conflict continued. As all of this was happening, something dramatic was changing in the Israel-occupied Palestinian territories. Israelis were moving in. These people are called settlers, and they made their homes in the West Bank and Gaza, whether Palestinians wanted them or not. Some moved for religious reasons, some because they want to claim the land for Israel, some just because the housing is cheap, often subsidized by the Israeli government. Some settlements are cities with thousands of people, others are small communities deep into the West Bank. If you've always felt a deep yearning for Jerusalem, now is a once-in-a-lifetime opportunity, not only to stand within its gates, but also to build the home of your dreams there. Settlers are followed by soldiers to guard them, and the growing settlements force Palestinians off of their land and divide communities. Short term, they make the occupation much more painful for Palestinians. Long term, by dividing up Palestinian land, they make it much more difficult for the Palestinians to ever have an independent state. Today, there are several 100,000 settlers in occupied territory, even though the international community considers them illegal. By the late 1980s, Palestinian frustration exploded into the Intifada, which is the Arabic word for uprising. It began with mostly protests and boycotts, but soon became violent. Israel responded with heavy force. A couple hundred Israelis, over 1,000 Palestinians died in the First Intifada. Around the same time, a group of Palestinians in Gaza, who considered the PLO too secular, too compromise-minded, created Hamas, a violent extremist group dedicated to Israel's destruction. By the early 1990s, it's clear that Israelis and Palestinians have to make peace. The leaders from both sides signed the Oslo Accords. This is meant to be the big first step toward Israel maybe someday withdrawing from the Palestinian territories and allowing an independent Palestine. The Oslo Accords established the Palestinian Authority, allowing Palestinians a little bit of freedom to govern themselves in certain areas. Hardliners on both sides opposed the Oslo Accords. Members of Hamas launched suicide bombings to try to sabotage the process. The Israeli right protests peace talks with ralliers calling Prime Minister Yitzhak Rabin a traitor and a Nazi. Not long after Rabin signs the second round of Oslo Accords, a far-right Israeli shoots him to death in Tel Aviv. This violence showed how extremists on both sides can use violence to derail peace, keep a permanent conflict going as they seek the other side's total destruction. That's a dynamic that's been around ever since. Negotiations meant to hammer out the final details on peace drag on for years, and a big Camp David summit in 2000 comes up empty. Palestinians come to believe peace isn't coming, rise up in a second intifada, this one much more violent than the first. By the time it wound down a few years later, about 1,000 Israelis and 3,200 Palestinians had died. The second intifada really changes the conflict. Israelis become much more skeptical that Palestinians will ever accept peace or that it's even worth trying. Israeli politics shift right, the country builds walls and checkpoints to control Palestinians' movements. They're not really trying to solve the conflict anymore, just to manage it. The Palestinians are left feeling like negotiating didn't work, and violence didn't work, and that they're stuck under an ever-growing occupation with no future as a people. That year, Israel withdraws from Gaza. Hamas gains power, but splits from the Palestinian Authority in a short civil war, dividing Gaza from the West Bank. Israel puts Gaza under a suffocating blockade, and unemployment rises to 40%. This is the state of the conflict as we know it today. It's relatively new, and it's unbearable for Palestinians. In the West Bank, more and more settlements are smothering Palestinians, often respond with protests and sometimes with violence, though most just want normal lives.
In Gaza, Hamas and other violent groups have periodic wars with Israel. The fighting overwhelmingly kills Palestinians, including lots of civilians. In Israel itself, most people have become apathetic. For the most part, the occupation keeps the conflict relatively removed from their daily lives, with moments of brief but horrible violence. There's little political will for peace. No one really knows where the conflict goes from here. Maybe a third intifada, maybe the Palestinian Authority collapses. But everyone agrees that things as they are now can't last much longer. Israel's occupation of the Palestinians is too unstable to last, and that unless something dramatic changes, whatever comes next will be much worse. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഏതൊക്കെ പോർഷൻസ് ആണ്, എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം നമ്മളിനി നോക്കുക ഇതിനകത്ത് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസറുകൾ എന്തൊക്കെയാണെന്നുള്ളവർ, ഏതൊക്കെ രീതിയിലാണ് ഇത് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളത് കണ്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അതനുസരിച്ച് ഒന്നുകൂടി നോക്കുക. ആദ്യത്തെ പോർഷനാണ് UNO എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യമാണ് UNOയുടെ നമുക്ക് വൺ വേർഡിനൊക്കെ ചോദിക്കാറുണ്ട്. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് നമുക്ക് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ എന്നാണത് എസ്റ്റാബ്ലിഷ് ചെയ്തത്, സ്ഥാപിച്ചത് എന്നാന്ന് നമുക്ക് ചോദിക്കാറുണ്ട്. അതുപോലെ 3 മാർക്സിന് വേണ്ടി ചോദിക്കുന്ന ചോദ്യമാണ് വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് UNO. ഇത് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളവർ. ഇനി രണ്ടാമത് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് ഡിഫൈൻ ഡീകൊളനൈസേഷൻ. അപ്പം അപകൊളനീകരണം എന്താണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഇനി അതിന് നേതൃത്വം നൽകിയിട്ടുള്ള ഓരോ രാജ്യങ്ങളിലും ഫ്രീഡം മൂവ്മെൻറ്റിന് നേതൃത്വം നൽകിയിട്ടുള്ള വ്യക്തികൾ ആരൊക്കെയാണ്, ഇനി അതിനകത്ത് ഏത് രാജ്യം വന്ന് ചേരുമ്പോൾ ചേർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചോദിക്കുന്നതാണ്. ഇനി മൂന്നാമത്തതാണ് വാട്ട് ഈസ് കോൾഡ് വാർ, ശീതസമരം എന്താണെന്നുള്ള വിവരം നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഇനി അടുത്ത് വരുന്നതാണ് ചേരിചേരാ പ്രസ്ഥാനം എന്താണ്, എവിടെയാണ് അതിൻ്റെ ആദ്യത്തെ സമ്മേളനം എവിടെ വെച്ചാണ് ചേർന്നിട്ടുള്ളത്, ഏത് സമ്മേളനത്തിൽ വെച്ചാണ് അത് തീരുമാനമെടുത്തിട്ടുള്ളത്, വാട്ട് ഈസ് നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ് എന്താണെന്നുള്ളത് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. വീണ്ടും നമ്മളത് കഴിഞ്ഞ് വരുന്നതാണ് 6 മാർക്കിന് പ്രധാനപ്പെട്ട ചോദ്യമാണ് എക്സ്പ്ലെയിൻ പാലസ്തീൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുകൊണ്ട് ചോദിക്കാറുള്ളതാണ്. പാലസ്തീൻ ഇസ്രായേൽ കോൺഫ്ലിക്ട്സ് എന്താണെന്നുള്ളവർ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്കത് 6 മാർക്കിൻ്റെ ആയിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിതിനകത്ത് പഠിച്ചിട്ടുള്ളത്. അപ്പം ഇനി പഠിച്ചിട്ടുള്ളതനുസരിച്ചുകൊണ്ട് ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരങ്ങൾ നിങ്ങൾ കണ്ടെത്തി പഠിക്കുക. ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉത്തരങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. ടെക്സ്റ്റ് പഠിക്കാതെ നിങ്ങൾ വേറെ എന്ത് കണ്ടതെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. നന്നായിട്ട് ടെക്സ്റ്റ് പഠിക്കുക. 1 വേർഡുകൾ അതനുസരിച്ച് നമുക്ക് പഠിക്കാനിട്ടുണ്ട്. അതുപോലെ തന്നെ 2 മാർക്സിൻ്റെയും 4 മാർക്സിൻ്റെയും 6 മാർക്കിൻ്റെയും ഒക്കെ ആയിട്ടുള്ള ചോദ്യോത്തരങ്ങളും ഇതിനകത്തുണ്ട്. അപ്പം അതനുസരിച്ച് ഈ ചോദ്യോത്തരങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുക. ഈ തന്നിരിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്തി പഠിക്കുക. തീർച്ചയായിട്ടും ഈ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്, ഞാനും ചോദിക്കുന്നതാണ്. ഓക്കെ, ബൈ.